ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാലപ്പോളുടെ റെസിപ്പി പരിചയപ്പെടാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 4 എഗ്ഗ് വേണം. അതിൽ നിന്ന് ഒരു 2 എഗ്ഗ് ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 5-6 കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തങ്ങായിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. പക്ഷേ 1 കപ്പ് പാൽ ഞാൻ നിറച്ചെടുത്തിട്ടില്ല, 3/4 കപ്പിൽ കുറച്ച് കൂടുതൽ കണ്ടിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചിങ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വക്കൊന്നും കളയണമെന്നില്ല, അതേപടി തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നമുക്ക് വൈറ്റ് ബ്രെഡ് എടുത്താലും മതി. അപ്പോൾ ഈ ബ്രെഡ് ഈ മിക്സിലേക്ക് ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഈ ബ്രെഡ് ഈ ബാറ്ററിലൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നന്നായിട്ട് തന്നെ ഈ ബ്രെഡ് ഈ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പകുതി ക്യാപ്സിക്കം നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് ഈ സബോളയും ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സബോളയും ക്യാപ്സിക്കം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് അതിൻ്റെ പേസ്റ്റും കൂടി ചേർത്തായിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് നമ്മുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മസാലക്കൂത്ത് മാറുന്ന വരെ കുറച്ച് സമയം കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാല നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോസേജാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 സോസേജ് നന്നായിട്ട് നമ്മൾ സബോളയും ക്യാപ്സിക്കൊക്കെ കനം കുറച്ച് അരിഞ്ഞ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തും കഴിഞ്ഞിട്ട് ഒരു 10-12 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് സോസേജിന് പകരം നമുക്ക് ചിക്കൻ എടുത്താലും മതി. ഒന്നില്ലെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത പീസ് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തങ്ങായിട്ട് വഴറ്റിയെടുത്താലും മതി. ഇപ്പോൾ സോസേജൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ നാരങ്ങയാണ്, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 2 എഗ്ഗാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോളൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ടൊരു പഴയ പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒട്ടും അടി പിടിക്കാണ്ട് കിട്ടും. ഇപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്തതായിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ചേർത്തതായിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ സൈഡിലും അതുപോലെ തന്നെ അടിവശത്തും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റെഡി ആക്കിയെടുത്ത മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത എഗ്ഗിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുക. എഗ്ഗിൻ്റെ മിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എല്ലാ സൈഡും എല്ലാം നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടിയായിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യണം. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹോളും ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം.
ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി അടച്ചുമൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിവശവും സൈഡൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്നും കൂടി കുക്കാവാനുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു ഓയിൽ പരട്ടിയ ഒരു പാനിലേക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് മുകൾ ഭാഗം കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മൾ അടിയിൽ വെച്ചിരുന്ന ആ പഴയ പാൻ മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മുകൾ ഭാഗം നല്ലൊരു കളറായിട്ട് വരുന്ന വരെ നമുക്കൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാലപ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ റെസിപ്പിയുമായി കാണാം. താങ്ക്